ഇവിടെയും ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട്, ജനിക്കുന്നതിന് മുമ്പേ തീരുമാനിച്ചിട്ടുണ്ട് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് സാരം. പിന്നെ ഇത് നോക്കാം, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ വൈഗേഡിലാക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവയിലാക്കുന്നു എന്ന് 20ഓളം സ്ഥലത്ത് ഖുർആനിൽ പറയുന്നുണ്ട്. അവൻ ഉദ്ദേശിക്കുന്നവരെ വൈഗേഡിലാക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്ന നേർവയിലാക്കുന്നു 20ഓളം സ്ഥലത്ത് ഖുർആനിൽ പറയുന്നുണ്ട്. പിന്നെ അള്ളാഹു വൈഗേഡിലാക്കുന്നവരെ നേർവയിലാക്കാൻ ആർക്കും ആവില്ല എന്ന് 10ലധികം സ്ഥലത്ത് ഇവിടെ നമുക്ക് പറയുന്നത് കാണാം. ഇനി അള്ളാഹു ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവൻ എന്ത് ചെയ്യുന്നതെന്ന് 2:253 22:18 പറയുന്നു. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ്. കുല്ലു മിൻ ഇന്ദില്ല എന്ന് പറയുന്നത് 4:78. പിന്നെ അമുസ്ലിങ്ങളുടെ കാതുകൾക്ക് അടപ്പിട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് മുഹമ്മദ് നബി 13 വർഷം മക്കയിൽ പ്രബോധനം നടത്തുന്ന കാലത്ത് ഉടനീളം മക്കയിലിട്ട് നാവിട്ട് അലച്ചിട്ടും ആർക്കും ഇത് വിശ്വാസം വരുന്നില്ല. തെളിവുകൾ പറഞ്ഞു കൊടുക്കാൻ പറയുന്നത് ഒരു തെളിവും ഹാജരാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സമയത്ത് അവസാനം 10-9 പേരെ മാത്രം സ്വീകരിച്ച് അവരുമായിട്ട് ആ മുഹാജിറുകളുമായിട്ട് മദീനയിലേക്ക് പാലായനം ചെയ്തുകൊണ്ട് വാളുകൊണ്ടാണ് ഇസ്ലാം മതം സ്ഥാപിച്ചതെന്ന് നമുക്കറിയാം. പക്ഷേ ഈ മക്കയിൽ പ്രബോധനം നടത്തുന്ന കാലത്ത് ഈ വിശ്വാസികൾ ചോദ്യം ചെയ്യാൻ സമയത്ത് ഇവിടെ നിങ്ങളുടെ കാതുകൾക്കെല്ലാം അടപ്പിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു അള്ളാഹു നബി മുഹമ്മദ് നബിയാണ് നമ്മൾ കാണുന്നത്.